പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു താക്കോൽ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തളർത്താത്ത, ഒന്നിനെയും ഭയപ്പെടാതെ മനസ്സ് ശാന്തമാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു ജീവിതമല്ലേ? എന്നാൽ പലപ്പോഴും ഈ ലോകം നമ്മെ തളർത്താനും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നമുക്കുള്ളിലെ കരുത്ത് കണ്ടെത്താൻ ബുദ്ധന്റെ വചനങ്ങൾ എങ്ങനെയാണ് തുണയാകുന്നതെന്ന് നോക്കാം. സ്വന്തം ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമ്മെ സഹായിക്കുന്ന 6 വിലപ്പെട്ട പാഠങ്ങൾ ഇവയാണ്. നമ്മുടെ സന്തോഷത്തിനായി മറ്റൊരാളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് നാം ആദ്യം ശീലിക്കേണ്ടത്. സമാധാനം എന്നത് എവിടെയോ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണർത്തേണ്ടതാണെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളുടെ പ്രശംസയിലോ അംഗീകാരത്തിലോ ആണ് നമ്മുടെ സന്തോഷമെന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണം നാം അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. മറ്റുള്ളവർ എപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെ അമിതമായ പ്രതീക്ഷകൾ നിരാശ മാത്രമേ സമ്മാനിക്കൂ. നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നിമിഷത്തെ സ്നേഹിക്കാനുമുള്ളതിൽ നന്ദിയുള്ളവരായിരിക്കാനും ശീലിച്ചാൽ ആർക്കും തകർക്കാൻ കഴിയാത്ത വലിയൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. തനിച്ചായിരിക്കുന്നതിനെ ഒരിക്കലും ഒരു കുറവായി കാണരുത് എന്നതാണ് രണ്ടാമത്തെ പാഠം. ഏകാന്തത എന്നാൽ ഒറ്റപ്പെടലല്ല, മറിച്ച് അത് നിങ്ങളുടെ മനസ്സിന്റെ കരുത്താണ്. ബഹളങ്ങളിൽ നിന്ന് മാറി മനസ്സ് ശാന്തമാക്കി സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. തനിച്ചായിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മളെ തന്നെ കൂടുതൽ ആഴത്തിലറിയാനും ചിതറിപ്പോയ ചിന്തകളെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുന്നത്. ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കാതെ സ്വന്തം മനസ്സിനോട് മാത്രം സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു വ്യക്തത ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ദാഹിക്കുന്നത് നമുക്കിനി അവസാനിപ്പിക്കാം. ഈ ലോകത്ത് മറ്റാരെക്കാളും അധികം നിങ്ങളുടെ സ്നേഹവും കരുണയും അർഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ നാം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. സ്വയം സ്നേഹിക്കാനും ഉള്ളുതുറന്ന് അംഗീകരിക്കാനും പഠിച്ചാൽ പുറത്തുനിന്നുള്ള പരിഹാസങ്ങൾക്കോ വിമർശനങ്ങൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം വാക്കുകൾക്കതീതമാണ്. ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന തിരസ്കാരങ്ങൾ കണ്ട് ഒരിക്കലും തളരരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം, എന്നാൽ അതൊരിക്കലും ഒരു പരാജയമല്ലെന്ന് തിരിച്ചറിയുക. ചില വാതിലുകൾ അടയുന്നത് അതിനേക്കാൾ മികച്ച മറ്റൊന്നിലേക്ക് നമ്മെ നയിക്കാനാണെന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ ജീവിച്ചു എന്നതും നമുക്ക് ചേരാത്ത കാര്യങ്ങളെ എത്രത്തോളം പക്വതയോടെ വിട്ടുകളഞ്ഞു എന്നതുമാണ് ജീവിതത്തിന്റെ ഒടുവിൽ അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് തന്നെ തിരസ്കാരങ്ങളെ വ്യക്തിപരമായ തിരിച്ചടിയായി കാണാതെ പുതിയ പാഠങ്ങളായി കരുതി കരുത്തോടെ മുന്നോട്ട് നീങ്ങുക. മറ്റുള്ളവരുടെ വിധിയെഴുത്തുകളെ ഭയപ്പെടാതിരിക്കുക എന്നതാണ് 5ാമത്തെ കാര്യം. ലോകം നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നോർത്ത് വേവലാതിപ്പെടുന്നത് വെറുതെ സമയം കളയുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാകാം, അത് നിങ്ങളുടെ കുറവല്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കി സമയം കളയാതെ സ്വന്തം പ്രവൃത്തികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോകത്തിനു മുൻപിൽ നല്ലവനായി അഭിനയിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്നത്. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി സ്വന്തം സമാധാനം ഒരിക്കലും ബലികഴിക്കരുത്. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ വേണ്ടി ഓടുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഊർജവും മാനസികാരോഗ്യവുമാണ്. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മനസ്സിന് ശാന്തി നൽകുന്ന ഒരൊറ്റ വാക്കിനാണ് പ്രാധാന്യമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ മുൻഗണന നിങ്ങളുടെ ആന്തരിക ശാന്തിക്ക് നൽകി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം അവിശ്വസനീയമാംവിധം മനോഹരമായി മാറും. മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കണമെന്ന് ബുദ്ധദർശനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ കരുണ മറ്റൊരാൾക്ക് നൽകുമ്പോൾ സ്വന്തം മനസ്സിന്റെ സമാധാനം നാം പണയപ്പെടുത്തരുത് എന്നതാണ് വാസ്തവം. ഇവിടെയാണ് നാം കൃത്യമായൊരു സമതുലിതാവസ്ഥ കണ്ടെത്തേണ്ടത്. മറ്റൊരാളെ സഹായിക്കാൻ കൈനീട്ടുമ്പോഴും നമ്മുടെ ജീവിതം അവരുടെ കൈപ്പിടിയിലാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ചില നേരങ്ങളിൽ നോ എന്ന് പറയാനും ജീവിതത്തിൽ വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാനും നമുക്ക് കഴിയണം. സ്വന്തം ഉള്ളിലെ സമാധാനത്തിന് മുൻഗണന നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനോ അവരുടെ അംഗീകാരം നേടിയെടുക്കാനോ വേണ്ടി ഓടാതെ സ്വന്തം ഉള്ളിലെ ശാന്തി തിരിച്ചറിയുമ്പോഴാണ് നമ്മളിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹം പുറത്തേക്കൊഴുകുന്നത്. ഓർക്കുക, നാം തിരയുന്ന ആ വലിയ സന്തോഷം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ വെറുതെ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നത്. സാഹചര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറണമെന്നും മറ്റുള്ളവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ പെരുമാറണമെന്നും നാം വാശി പിടിക്കും. ഇത്തരം അനാവശ്യമായ പിടുത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിന് കാരണമാകുന്നത്.
ഒരാളുടെ ചിന്തകളെയോ പ്രവൃത്തികളെയോ മാറ്റാൻ നമുക്ക് കഴിയില്ലെന്ന് തിരിച്ചറിയുക. നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേയൊരു കാര്യം നമ്മുടെ മനസ്സ് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ ഭരിക്കും എന്ന ബുദ്ധവചനം എത്ര സത്യമാണ്. പുറം ലോകത്തെ ബഹളങ്ങൾക്കിടയിലും എങ്ങനെ ശാന്തമായിരിക്കാമെന്നും സാഹചര്യങ്ങളോട് എങ്ങനെ പക്വതയോടെ പ്രതികരിക്കാമെന്നും നാം ശീലിക്കേണ്ടതുണ്ട്. പുറത്ത് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിലെ സമാധാനം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന ആത്മവിശ്വാസത്തിലേക്ക് നാം വളരണം. ഈ തിരിച്ചറിവ് നൽകുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. മറ്റുള്ളവരുടെ പ്രവർത്തികൾക്ക് നമ്മൾ ഉത്തരവാദികളല്ലെന്ന് മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നാം കൂടുതൽ കരുത്തരാകും. നമ്മുടെ ഈ മാറ്റം മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമായി മാറും. ലോകം എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഭയം പലരെയും അലട്ടാറുണ്ട്. എന്നാൽ സത്യമെന്താണെന്നോ? എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ തിരക്കുകളിലും പ്രശ്നങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. നമ്മളെ വിധി എഴുതാനിരിക്കുകയല്ല അവർ ചെയ്യുന്നത്. നാം എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ജീവിക്കുന്നത് എത്ര വലിയ ഭാരമാണ്. ആ ഭാരം താഴെ വെച്ച് സ്വന്തം വഴി കണ്ടെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് പിന്നാലെ ഓടാതെ നമ്മുടെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആത്മവിശ്വാസം തനിയെ കൈവരും. ഓരോ മനുഷ്യനും അവരവരുടേതായ പോരാട്ടങ്ങളിലാണെന്ന ബോധ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സഹതാപം തോന്നും. ഒപ്പം അവരുടെ അഭിപ്രായങ്ങളോടുള്ള ഭയം ഇല്ലാതാവുകയും ചെയ്യും. ഈ ലോകത്ത് നമ്മുടെ ആയുസ് വളരെ കുറവാണ്. മറ്റാരോ എന്തു വിചാരിക്കും എന്ന് കരുതി നിഴലുകളിൽ ഒളിച്ചു കഴിയേണ്ടവരല്ല നമ്മൾ. സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ആത്മാർത്ഥമായി ചുവടുവയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മനസ്സിനെ സ്വതന്ത്രമാക്കുക, ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. വെല്ലുവിളികൾക്കിടയിലും തളരാത്ത ആ മനക്കരുത്താണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്. ജീവിതത്തിൽ നമ്മളറിയാതെ ചെന്നുചാടുന്ന ഏറ്റവും വലിയൊരു ചതിക്കുഴിയാണ് മറ്റൊരാളുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുക എന്നത്. നമ്മുടെ രൂപമോ കരിയറോ നേട്ടങ്ങളോ എന്തുമാകട്ടെ, അത് മറ്റൊരാളുടേതുമായി അളന്നു നോക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ സമാധാനം കെട്ടുപോകുന്നു. അസൂയയും നിരാശയും അപകർഷതാബോധവും മാത്രമാണ് ഈ ഒരു സ്വഭാവം നമുക്ക് ബാക്കി നൽകുന്നത്. ബുദ്ധന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ താരതമ്യം ഒരുതരം ആസക്തിയാണ്. അത് നമ്മെ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പിന്നിട്ട കഠിനമായ വഴികളും നാം നേടിയെടുത്ത വിലപ്പെട്ട നേട്ടങ്ങളും കാണാൻ മറന്നുപോവുകയാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം, സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന മഹദ്വചനം നാം എപ്പോഴും ഓർക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. മറ്റാരെക്കാളും ഉയരത്തിലെത്തുക എന്നതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, മറിച്ച് നാം ഇരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായ ആത്മശാന്തി കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഈ താരതമ്യം ഒരു വിരൽത്തുമ്പിലെ ദൂരമേയുള്ളൂ. മറ്റുള്ളവരുടെ ആഡംബര യാത്രകളും തിളക്കമാർന്ന ജീവിതശൈലിയും കാണുമ്പോൾ നമ്മൾ മാത്രം എവിടെയും എത്തിയില്ലല്ലോ എന്നൊരു സങ്കടം ഉള്ളിൽ വിങ്ങാം. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മറ്റൊരാൾ ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ മാത്രമാണ്. അതിന് പിന്നിലെ കഷ്ടപ്പാടുകളോ കണ്ണുനീരോ ആരും പരസ്യമാക്കാറില്ല. ഒരാളുടെ ജീവിതത്തിലെ എഡിറ്റ് ചെയ്ത മിനുസമാർന്ന ദൃശ്യങ്ങളെ സ്വന്തം ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. ഓരോ മനുഷ്യനും ഓരോ ജീവിതയാത്രയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറം ലോകത്തിന്റെ കാഴ്ചകളിലേക്ക് നോക്കുന്നതിന് പകരം സ്വന്തം ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഓരോ കൊച്ചു സന്തോഷങ്ങൾക്കും നന്ദി പറയാൻ ശീലിക്കുക. നന്ദിയുള്ള ഒരു മനസ്സിന് മാത്രമേ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ. മറ്റുള്ളവരുമായി മത്സരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ പകയും വിദ്വേഷവും നിറയും. അത് നമ്മുടെ ചിന്തകളുടെ തെളിച്ചം കെടുത്തിക്കളയും. സത്യത്തിൽ മറ്റൊരാളുടെ വിജയം ഒരിക്കലും നിങ്ങളുടെ വളർച്ചയെ തടയുന്നില്ല. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടേതുപോലെ ആകേണ്ട കാര്യവുമില്ല. സ്വന്തം മൂല്യങ്ങളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മസംതൃപ്തി അനുഭവപ്പെടൂ. മറ്റൊരാളാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം വ്യക്തിത്വവും സമാധാനവുമാണ്. വിജയമെന്നാൽ മറ്റുള്ളവരെ തോൽപ്പിക്കലല്ല, മറിച്ച് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തലാണ്. നിങ്ങളുടെ വില നിശ്ചയിക്കാൻ മറ്റൊരു വ്യക്തിയെയും അനുവദിക്കരുത്. ആ ശീലം എന്നേക്കുമായി ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചിതരാകുകയും ജീവിതം ശരിക്കും ആസ്വദിച്ചു തുടങ്ങുകയും ചെയ്യും. ഓർക്കുക, ജീവിതം ഒരിക്കലും ഒരു മത്സരയോട്ടമല്ല. ഓരോരുത്തർക്കും അവരുടേതായ സമയമുണ്ട്. ഓരോരുത്തർക്കും പഠിക്കാൻ വ്യത്യസ്തമായ പാഠങ്ങളുണ്ട്. സ്വന്തം പാതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനം മറ്റൊന്നിനും പകരമാവില്ല. അതുപോലെ തന്നെ പ്രശംസകൾക്കും അംഗീകാരങ്ങൾക്കും പിന്നാലെ അമിതമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ നല്ല വാക്കുകൾക്കായി കൊതിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ സന്തോഷം മറ്റാരും തരുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉറവെടുക്കേണ്ടത്.
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം എപ്പോഴും അസംതൃപ്തി നിറഞ്ഞതാകും. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സ് തന്നെയാണെല്ലാം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെയായി നാം മാറുന്നു. സ്വന്തം വളർച്ചയിലും അറിവിലും ശ്രദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന കരുത്ത് മറ്റാര് നൽകുന്ന അംഗീകാരത്തെക്കാളും വിലപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിലെ ഈഗോയാണ് എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എത്ര പ്രശംസകൾ കിട്ടിയാലും ഈഗോയ്ക്ക് അത് ഒരിക്കലും മതിയാകില്ല. ഈ ഒരു വട്ടം കറക്കം നമ്മെ മാനസികമായി തളർത്തുകയുള്ളൂ. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ആത്മബോധവും വിവേകവും വളർത്തിയെടുക്കണം. നിങ്ങളുടെ മൂല്യം അളക്കേണ്ടത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ മാന്യതയും സത്യസന്ധതയും പുരോഗതിയും മുൻനിർത്തിയായിരിക്കണം. കഴിഞ്ഞ ദിവസത്തേക്കാൾ എത്രത്തോളം ക്ഷമയും കരുണയും സ്നേഹവും ഇന്നെനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്ന് സ്വയം ചോദിക്കുക. അതാണ് യഥാർത്ഥ വിജയം. പുറത്തുനിന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങൾക്കെല്ലാം അല്പായുസ് മാത്രമേയുള്ളൂ. ഇന്ന് നിങ്ങളെ പുകഴ്ത്തുന്നവർ നാളെ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും എന്ന അനിശ്ചിതത്വത്തെ മനസ്സിലാക്കിയാൽ ഈ പ്രശംസകൾക്ക് പിന്നാലെ ഓടുന്നത് നമ്മൾ സ്വയം അവസാനിപ്പിക്കും. സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വിമർശനങ്ങളോ പരാജയങ്ങളോ ഏറ്റാൽ തളരേണ്ടി വരില്ല. കാരണം അവർക്ക് അവരെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ആത്മവിശ്വാസം നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് പകരം സ്വന്തം ആഗ്രഹങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്തായി മാറും. മനസ്സിന്റെ ശാന്തത കൈവിടാതെ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെ നേരിടാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം നിങ്ങൾ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു വഴികാട്ടിയാകുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ബന്ധങ്ങളിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ കൂടുതൽ ദയയുള്ളവരും ക്ഷമയുള്ളവരുമായി മാറും. സ്വന്തം വളർച്ചയ്ക്കായി സമയം മാറ്റിവെക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു നല്ല ജീവിതത്തിനുള്ള ഉറച്ച അടിത്തറയാണ്. ആന്തരികമായ വളർച്ചയിലൂടെ ലഭിക്കുന്ന ആനന്ദം ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയില്ല. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നു. ആ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പൂർണ്ണതയിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുക.